സെക്യൂരിറ്റി ഉണ്ടായിരുന്നു എന്നാണ് ഡോക്ടർ ഇതിലെ ഡോക്ടർമാരുടെ അഭിപ്രായം മറ്റൊന്നാണ്. എന്തായാലും അന്വേഷിക്കാൻ ഗവൺമെന്റ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അടിയന്തരമായി വളരെ വേഗത്തിൽ റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതെനിക്കറിയില്ല. അവിടെ പോയിട്ട് കോളിംഗ് ബില്ല് അടിക്കുന്നു, തുറക്കുന്നില്ല. പുള്ളിയും വിളിക്കുന്നുണ്ട്, രക്ഷിക്കണമെന്ന് പറഞ്ഞ് പുള്ളിയും വിളിക്കുന്നുണ്ട്. ആ സമയത്ത് പെങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ്. അത് കോളിംഗ് ബില്ല് അടിക്കാൻ വേണ്ടി പോകണം. നമസ്കാരം. ശ്വാസതടസ്സം ഉണ്ടായതിന്റെ ഭാഗമായിട്ട് ഇവിടെ അടുത്തുള്ള ഒരു ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ഓടിക്കയറിയ വിസ്മയറും ഭാര്യയും. നമുക്കറിയാം, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ 24 hours പ്രവർത്തിക്കുന്ന ആരോഗ്യ കേന്ദ്രങ്ങളിലേക്കാണ് നമ്മൾ ചെല്ലാറുള്ളത്. അതേപോലെ തന്നെ വിളപ്പിൽശാലയിലെ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ഓടിച്ചെന്ന വിസ്മയന് വളരെ ദാരുണമായിട്ടുള്ളൊരു മരണം തന്നെ സംഭവിക്കുന്നു. ചികിത്സാ പിഴവ് അല്ലെങ്കിൽ ചികിത്സ ലഭ്യമാകാതെയാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്നുള്ള വിവരങ്ങൾ CCTV ദൃശ്യങ്ങളുടെ തെളിവുകൾ സഹിതം പുറത്തു വന്നിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്താണ് സംഭവിച്ചത്, എന്താണ് ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്നത് മലയാളി വാർത്തയോട് അവരുടെ ബന്ധുക്കൾ തന്നെ വ്യക്തമാക്കുന്നു. ഗവൺമെന്റ് സ്ഥാപനം പൂട്ടിയിടാൻ പാടുണ്ടോ? ഒരു ഹോസ്പിറ്റൽ പോലുള്ള സംഭവം പിന്നെ എന്തുകൊണ്ട് ഒരകത്ത് പോയില്ല? പൂട്ടിയിട്ടില്ലെങ്കിൽ വെളി വെച്ചേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ബൈക്കിൽ കൊണ്ടുപോയി അവിടെ എത്തിച്ചെങ്കിൽ അവിടെ നിന്ന് അകത്ത് കയറാൻ എന്താ താമസം? ആ വീഡിയോ മുക്കി CCTV കാണുന്നുണ്ട്. ഇവിടുത്തെ നാട്ടുകാർ ആട് തിരിച്ചാൽ പറഞ്ഞാലും വിളപ്പിൽശാല ഹോസ്പിറ്റൽ രാത്രി ആയി കഴിഞ്ഞാൽ പൂട്ടിയിടും. ആരെങ്കിലും പോയിട്ട് എമർജൻസി പോയിട്ട് ബെല്ലടിച്ചാൽ മാത്രമാണ് അവർ ഓപ്പൺ ചെയ്യുന്നത്. അതിനുശേഷമാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അതെ, വർക്കിംഗ് ഹോസ്പിറ്റലാണ്. പക്ഷെ എന്തുകൊണ്ട് അവർ പൂട്ടിയിടുന്നു? പറഞ്ഞു 3-4 മിനിറ്റോളം വെളിയിൽ നിൽപ്പുണ്ട്. ഒത്തിരി സമയം വേസ്റ്റ് അല്ലേ? ഒരാളുടെ ജീവൻ ഇപ്പോൾ എത്ര സമയം വേണം? ശ്വാസം മുട്ടലായിട്ട് കൊണ്ടുപോയത്. പെങ്ങളെ ബൈക്ക് ചെയ്ത് കൊണ്ടുപോയി അവിടെ എത്തിക്കുന്നു. അവിടെ പോയിട്ട് കോളിംഗ് ബില്ല് അടിക്കുന്നു, തുറക്കുന്നില്ല. പുള്ളിയും വിളിക്കുന്നുണ്ട്, രക്ഷിക്കണമെന്ന് പറഞ്ഞ് പുള്ളിയും വിളിക്കുന്നുണ്ട്. ആ സമയത്ത് പെങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ്. അത് കോളിംഗ് ബില്ല് അടിക്കാൻ വേണ്ടി പോകണം. കോളിംഗ് ബില്ല് അടിച്ചിട്ടിരിക്കുന്ന വരുന്നു. അങ്ങനത്തെ അവസ്ഥയായിരുന്നു. ലാസ്റ്റ് തുറന്നതിന് ശേഷം കൂടിയും ഓക്സിജൻ ഈ ആവി പിടിക്കുമ്പോഴത്തേക്കും അതിനകത്ത് മെഡിസിൻ ഒഴിച്ചിട്ടാണ് സ്വിച്ച് ഓൺ ചെയ്യുന്നത്. ഒരു മെഡിസിൻ ഒഴിക്കാതെ സ്വിച്ച് ഓൺ ചെയ്ത് ജസ്റ്റ് മാസ്ക് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് അവിടെ അത് വീൽ ചെയർ വെച്ചാണ് ബോധം പോയി ചുണ്ട കറക്കുന്ന സമയത്ത് പെങ്ങളാ പറഞ്ഞത്. ബോധം പോയി ചുണ്ട കറക്കുന്ന CPR കൊടുക്കുമെന്ന് ചോദിച്ചു. CPR കൊടുത്തിട്ടില്ല. CPR കൊടുക്കാതെയാണ് അവർ ആംബുലൻസിൽ കയറ്റി വിട്ടു. ആംബുലൻസ് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഒരു ശ്വാസം മുട്ടായിട്ട് വന്ന രോഗി പോകുമ്പോഴത്തേക്കും ആ വണ്ടിക്കകത്ത് കുറഞ്ഞ ഒരു ഓക്സിജൻ സിലിണ്ടറും വേണം. അതുപോലും ഇല്ല. ഇവിടുന്ന് മെഡിക്കൽ കോളേജിൽ പോകാൻ എടുത്ത സമയം വെച്ചാൽ 18 മിനിറ്റ് പോലും അത്ര ആയിട്ടില്ല ആംബുലൻസിൽ. അവിടെ പോയി എത്തി ഫസ്റ്റ് ഡോക്ടർ ചോദിച്ചതെന്ന് വെച്ചാൽ CPR കൊടുത്തോന്ന് ചോദിച്ചു. ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ അവർ CPR കൊടുക്കാൻ നോക്കുമ്പോഴത്തേക്കും ഇല്ല, ഹൃദയം നിലച്ച് പോയി, പുള്ളി മരിച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞെന്ന് പറഞ്ഞു. ഇവിടെ വെച്ച് ബോധം പോയ സമയത്താണ് പുള്ളി മരണപ്പെടുന്നത്. അത്രയും സമയം വെളിയിൽ വെയിറ്റ് ചെയ്തതാണ്. എന്തിനാ ഗേറ്റ് പൂട്ടിയിട്ടത്? അവർ പൂട്ടിയിട്ട് അകത്ത് ഉറങ്ങാനാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത് ഗവൺമെന്റ്. അതെ, അവർ ചീത്ത പറഞ്ഞില്ല. അവർ ചോദിച്ചെന്ന് വെച്ചാൽ ഇത്രയും ക്രിട്ടിക്കൽ ഒരാളൊന്നും ബൈക്കിലാണ് കൊണ്ടുവന്നത്, നമുക്ക് ആംബുലൻസ് ഒന്നും ഇല്ലായിരുന്നു. ഇവിടെ നിന്ന് കൊണ്ടെത്തിക്കുന്നതും ആ പുള്ളി അവിടെ നടന്ന് കയറുന്നതും നമുക്ക് CCTV കാണാൻ പറ്റുന്നുണ്ട്. അവിടെ പോയിരുന്ന് എത്ര സമയം വെയിറ്റ് ചെയ്തവർ? ആ സമയം ഗേറ്റ് ഓപ്പൺ ആയിരുന്നെങ്കിൽ പോയി സെയിം 17-ാം തീയതി കൊണ്ടുപോയപ്പോഴും പുള്ളി സെയിം ഇതുപോലെ ശ്വാസം പോയി ഒരു ആവി പിടിച്ചായിരുന്നു കുറച്ച് സമയം. പിന്നെ ഇഞ്ചക്ഷൻ ഇട്ടപ്പോഴത്തേക്കും പുള്ളി ക്ലിയർ ആയി വന്ന് പിറ്റേ ദിവസം ജോലിക്ക് പോയി. എന്തുകൊണ്ട് 19 തുറന്നില്ല? 17-ാം തീയതി പോയി കോളിംഗ് ബില്ല് അടിച്ചിട്ടാണ് തുറന്നത് 2:30 മണിക്ക്. അപ്പം അന്നേ ദിവസം തുറന്ന ഇത് എന്ത് സെക്യൂരിറ്റിയെ കുറിച്ച് അറിയത്തില്ല. പക്ഷെ ലാസ്റ്റ് അകത്ത് സഹായിക്കാനായിട്ട് ഒരു പുള്ളി വന്നതാണ്. അവരെ സെക്യൂരിറ്റി എന്ന് പറയാനായിട്ട് അവരും അതറിയത്തില്ല അതിനെ കുറിച്ച്. ഗേറ്റ് പൂട്ടിയിട്ടാണ് മെയിനായിട്ടുള്ള റീസൺ. ഓക്കെ, അങ്ങനെ ബാക്കി CCTV ഉണ്ടല്ലോ. എൻട്രൻസിനെ മാത്രമാണ് എടുത്തത്. ബാക്കി അകത്തുള്ളതും വേണമല്ലോ. ആ CCTV ചെക്ക് ചെയ്യട്ടെ. അവരെന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുത്തു, ഇഞ്ചക്ഷൻ കൊടുത്തു, ഇല്ല CPR ചെയ്തു. നമ്മൾ ബാധിക്കുന്നുണ്ട്. അവർ ആ CCTV നോക്കട്ടെ. ഞങ്ങൾക്ക് സംഭവിച്ചത് മറ്റുള്ളവർക്ക് വരാൻ പാടില്ല. ഇതിനു മുമ്പ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഹോസ്പിറ്റലിന്റെ പേരിൽ. പക്ഷെ അന്നൊന്നും ആരും സംസാരിക്കാൻ പ്രതികരിച്ചിട്ടില്ല. അതായിരുന്നു വാതിൽ പൂട്ടിയുണ്ടപ്പം എല്ലാവരും ഡ്യൂട്ടി നോക്കുന്നില്ലേ, ശമ്പളം വാങ്ങുന്നില്ലേ, അവരുടെ ഡ്യൂട്ടി അവർ ചെയ്യണ്ടേ? പട്ടി കയറാണെങ്കിൽ ഗ്രില്ല് അടച്ചിടേണ്ട, ലോക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഗ്രില്ല് അടച്ചിട്ടാൽ പോലെ. അപ്പോൾ കൂടെ ആൾക്ക് പോയി തുറന്നിട്ട് അകത്ത് കയറ്റാം. ഇത് ലോക്ക് ചെയ്ത് ആ ഉറക്കത്തിൽ നിലയിട്ട് വന്ന് ലോക്ക് ഓപ്പൺ ചെയ്യാൻ എത്ര സമയം എടുക്കും? CPR കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് വെച്ചാൽ
നിങ്ങൾ പെട്ടെന്ന് പിടിക്കുക, ആംബുലൻസ് കയറ്റുന്ന പറഞ്ഞു. കാരണം അവർക്ക് ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് അത് വീണ്ടും ഉറക്കം കണ്ടിന്യൂ ആണ്. വൈഫ് തന്നെ പറയുന്നത് അല്ല, ഇതിനു മുമ്പ് അവര് ആശുപത്രി അധികൃതർ തയ്യാറായിട്ടില്ല ഞാൻ പറഞ്ഞില്ല, അത് ഉൾപ്പെടെ പരിശോധിക്കാം. കാരണം ഇവര് 2 ദിവസം, ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനു മുമ്പ് 2 ദിവസം ഈ ആശുപത്രിയിൽ പോയി ചികിത്സ തേടിയിരുന്നു. അപ്പോൾ OP ടിക്കറ്റ് ഉണ്ടായിരുന്നു. ആ OP ടിക്കറ്റ് ഈ ദിവസം, മരണമടഞ്ഞ ദിവസം പരിശോധിച്ചോ, അതിലെന്താണ് എഴുതിയിട്ടുള്ളത്, ഇതൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. CPR കൊടുക്കാൻ പറഞ്ഞിട്ട് ഭാര്യ ആവശ്യപ്പെട്ടിട്ട് അത് ചെയ്തില്ല. അതുപോലെ ഓക്സിജൻ കൊടുത്തു. ഞാന് നിങ്ങൾ ഈ പറയുന്നതെന്നൊക്കെ ഞാന് ഡോക്ടർമാര് പറഞ്ഞ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ സാക്ഷി. ഡോക്ടർ പറഞ്ഞതല്ല, ഇപ്പോ ഈ മരണപ്പെട്ട ആളിന്റെ വൈഫ് പറഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഡോക്ടർ പോലും മരുന്ന് ഉപയോഗിക്കാതെയാണ് മാസ്ക് എടുത്ത് വെച്ചത്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാനല്ല പറയുന്നത്, ഡോക്ടർമാരാണ് പറയേണ്ടത്. ഡോക്ടർമാർ പറയുന്ന അഭിപ്രായം ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അതിനാണ് അന്വേഷണം വെച്ചിരിക്കുന്നത്. സ്ഥാപനമാണല്ലോ, അവിടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പറയുമ്പോൾ ഒരു സെക്യൂരിറ്റി പോലും ഉണ്ടായിരുന്നില്ല എന്നാണ്. സെക്യൂരിറ്റി ഉണ്ടായിരുന്നു എന്നാണ് ഡോക്ടർ ഇതിലെ ഡോക്ടർമാരുടെ അഭിപ്രായം മറ്റൊന്നാണ്. എന്തായാലും അന്വേഷിക്കാൻ ഗവൺമെന്റ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അടിയന്തരമായി വളരെ വേഗത്തിൽ റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അന്വേഷണമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതെനിക്കറിയില്ല. ഒരു മിനിറ്റ് ആയില്ല. ഒരാൾ കൂടുതൽ കൂടെ ഉണ്ട്. ഇയാളെ നമ്പറായിരിക്കും എഴുതി. ഇതാ ഇവിടെ നിന്ന് വന്നത്. ആ വണ്ടിയിൽ തന്നെ കാണും മേഡം. 3 പേരായിരിക്കും. തുറന്നുണ്ടോ? അറിയില്ല. 2 മിനിറ്റ്.